അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് കഫേയിലോട്ട് വന്നതാണ്. കഫേൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അതിനകത്തുള്ളത്. ഈ വിൻറ്റേജ് ലുക്ക്, ഈസ്തെറ്റിക് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കഫേ ആയിരുന്നു. കുറേ പെയിൻറ്റിങ്സും ഡ്രോയിങ്സും ഒക്കെ ഉണ്ടായിരുന്ന നല്ല അടിപൊളി കഫേ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകം കണ്ടപ്പോൾ വണ്ടടിച്ചു പോയി. ഒന്നാമത് എനിക്ക് ഈ വിൻറ്റേജ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് നോക്കി നിൽക്കാനായിട്ട്. വെറുതെ ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കും. പക്ഷേ ഇങ്ങനത്തെ ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കട്ടെ ഇത് കൂടുതലും കാണാൻ ഇഷ്ടം ഉണ്ടാവുക. ഈ കഫേയിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വെല്ലിപ്പനെ കണ്ടേ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വെല്ലിപ്പ. നമ്മൾ പറയില്ലേ ഭയങ്കര ഓജസ്സും തേജസ്സും എന്നൊക്കെ പറയുന്ന പോലെ. ഒന്നാമത് നമുക്ക് ഈ പ്രായമുള്ളവരെ കാണുമ്പോൾ കുറച്ച് ഭംഗി കൂടുതൽ തോന്നുമല്ലോ. അങ്ങനെ മുകളിലോട്ട് വലിയ ഷോട്ട് ഇട്ട് നടന്നു പോവായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത് ചെരുപ്പ് ഊരാൻ മറന്നുപോയിന്ന്. ആ ബോധം വന്നപ്പോൾ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ ഇറങ്ങി വന്ന് ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് കയറിപ്പോയി. അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ ഫുള്ള് കണ്ണാടി, 4 വശത്തും കണ്ണാടി. അപ്പം 4 വശത്തും ആർക്കും ഒരു വിഷമം വേണ്ട വെച്ചിട്ട് ഞാൻ ഫുള്ളും കറങ്ങി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ എന്താണ് എടുക്കേണ്ടി, ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എവിടെ എടുക്കണം എന്ന് വരെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അത്രക്കും ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കാണാൻ. ശരിക്കും പറഞ്ഞത് നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നാമത് ഈ പറഞ്ഞ ഈ വിൻറ്റേജ് സാധനങ്ങൾ, ഈ പഴയ സാധനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റോട് കൂടി പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഇത് അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വണ്ടറായിപ്പോയി. ഞാൻ എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ ഉള്ളൊരു രാജാക്കന്മാർ അങ്ങനത്തെ ഒക്കെ എന്തൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് അവർ കഫേയൊക്കെ ആക്കി എടുത്തതാണെന്നാണ് തോന്നുന്നത്. ഇവിടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് എൻട്രി ഫീ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കഫേയിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് നമുക്കവരൊരു കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആ കൂപ്പൺ അവിടെ കൊടുത്തിട്ട് ആണ് നമ്മളിത് കാണാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സ്പേസ് ഉണ്ട്. അത് ഭയങ്കര രസമുണ്ട് കാണാൻ. അത് അവരുടെ ഓഫീസാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ലാസ്റ്റ് അവിടെയും കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ ഒരു കണ്ണാടി പോലും മിസ് ചെയ്യാണ്ട് നമ്മുടെ എല്ലാ കണ്ണാടിയും ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ പൈസ കൊടുത്താലും നമ്മൾ അതിൻ്റെ അകത്ത് കാണുമ്പോൾ ആ പൈസ വെറുതെ പോയില്ല എന്നൊരു തോന്നൽ നമുക്ക് തോന്നും. ശരിക്കും പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് കഫേയാണിത്. അങ്ങനെ അവിടെ 2-3 ചേട്ടന്മാർ ഗിത്താറൊക്കെ പിടിച്ച് ഇവിടെ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നേ. ഭയങ്കര മെലഡി സോങ്സ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഭയങ്കര കാമായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനും ഇനി അവിടെ കാണാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും എല്ലാം കൊണ്ടൊരു നല്ല ആംബിയൻസ് ഉള്ളൊരു ഷോപ്പാണ് ഇത്. നമ്മുടെ ഗുജറാത്തി സ്ട്രീറ്റ് കോഴിക്കോടുള്ള അവിടെ ഗുദാം ആർട്ട് കഫേ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് വരുന്നത്. പറ്റുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. പിന്നെ ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണ് ഈ സ്ഥലം. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാറ്റും ഒരു നല്ല നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് ഭയങ്കര ഒരു നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ നമുക്ക് പോയി ഇരിക്കാൻ പറ്റില്ല. ജസ്റ്റ് പോയി കണ്ടിട്ട് വരാൻ മാത്രം പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.